നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമായി ഈ ദിവസങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന പദം ഉണർവ് എന്ന പദമാണ്. നിങ്ങൾ സോഷ്യൽ മീഡിയയോ യൂട്യൂബോ ഒക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും ഉണർവ് പ്രസംഗങ്ങൾ, ഉണർവ് യോഗങ്ങൾ, ഉണർവിന്റെ പ്രത്യേകതകൾ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് സംഗതികൾ, വീഡിയോകൾ, ആരാധനകളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഈ കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായിട്ട് ഉണർവ് എന്ന പദം അധികമായിട്ട് ശ്രദ്ധിക്കപ്പെടുകയും അധികമായിട്ട് നാം നമ്മുടെ സമൂഹത്തിൽ കേൾക്കുകയും ചെയ്യുന്ന ഒന്നാകുന്നു. പെന്തക്കോസ്തിന്റെ ആധുനിക പതിപ്പായിരിക്കുന്ന ന്യൂ ജനറേഷൻ സഭകൾ വാസ്തവത്തിൽ ഉണർവിന്റെ സഭകളായിട്ടാണ് വാസ്തവത്തിൽ കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. എങ്ങനെയാണ് നമുക്കൊരു ഉണർവിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് കഴിയുന്നത്? ഉണർവ് എന്നതുകൊണ്ട് വാസ്തവത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? വേദപുസ്തകം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില ആശയങ്ങൾ, അതിലൂടെയാണ് ഇന്ന് ടെൻഡർ ഹോളി സ്പിരിറ്റ് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് താല്പര്യപ്പെടുന്നത്. ടെൻഡർ ഹോളി സ്പിരിറ്റിന്റെ മറ്റൊരു മനോഹരമായ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഉണർവ് എന്നത് പുതിയ നിയമത്തിന്റെ ഒരു ആശയമോ വേദപുസ്തകത്തിൽ ഈ 2 പതിറ്റാണ്ടുകളായിട്ട് ഉയർന്നു കേൾക്കുന്ന ഒരു ശബ്ദം മാത്രമല്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകനായിരിക്കുന്ന യോവേൽ പ്രവചിച്ചു വെച്ചിരിക്കുന്ന ഒരു വേദഭാഗം പ്രവാചകന്റെ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അന്ത്യനാളിൽ ഞാൻ സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രിപുത്രന്മാർ പ്രവചിക്കും, നിങ്ങളുടെ മക്കൾ ദർശനങ്ങളെ ദർശിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും, ദാസിദാസന്മാരുടെ മേൽ കൂടെ ഞാൻ എന്റെ ആത്മാവിനെ ആ നാടുകളിൽ പകരും എന്ന് പറഞ്ഞുകൊണ്ടാണ് യോവേൽ പ്രവചിക്കുന്നത്. അപ്പോസ്തലനായ പത്രോസിന്റെ കാലഘട്ടത്തിൽ, അഥവാ സഭയുടെ ഉദ്ഘാടന ദിവസം പത്രോസ് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുമ്പോഴത്തേക്കും ഈ വേദഭാഗം ഉദ്ധരിച്ചുകൊണ്ടാണ് തന്റെ ആദ്യത്തെ പ്രസംഗം പത്രോസ് നടത്തുന്നത്. അന്ന് തടിച്ചുകൂടിയ 16 രാജ്യങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന യഹൂദന്മാരോട്, വ്യത്യസ്തമായിരിക്കുന്ന ഭാഷകൾ സംസാരിക്കുന്നവരോട് ആത്മാവിന്റെ പകർച്ചയെ എന്ത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട്, എന്ത് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോസ്തലൻ തന്റെ പ്രസംഗത്തെ മുന്നോട്ട് നയിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അവിടെ മുതൽ ഉണർവിന് പുതിയൊരു മാനം, ഉണർവിന് പുതിയൊരു അനുഭവങ്ങൾ കൈവന്നിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുകയാണ്. നോക്കൂ, നമ്മുടെ ഏതൊരു സംവിധാനവും, നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്ന ആധ്യാത്മിക ലോകത്തെ ഏതൊരു വസ്തുതയും വചനത്തിൽ പരിശോധിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വചനാധിഷ്ഠിതമായിരിക്കുക എന്നുള്ളത് വാസ്തവത്തിൽ എല്ലാവരും ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണ്, വാസ്തവത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന് നടക്കുന്ന ഉണർവുകൾ, ഇന്ന് നമ്മൾ കാണുന്ന ഉണർവുകൾ വാസ്തവത്തിൽ ഉണർവാണോ അതോ വെറും ചാട്ടവും ബഹളവും ഓട്ടവുമാണോ എന്നുള്ളത് വചനത്തിൽ നിന്നൊന്ന് ശോധന ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തിയാണ് ഉണർവിന്റെ ആദ്യത്തെ ഒരു ഇടമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ ഉണർവ് ആരംഭിച്ചു എന്ന് ചില ദൈവശാസ്ത്ര ചിന്തകന്മാർ, പണ്ഡിതന്മാർ അവകാശപ്പെടുകയാണ്. അല്ല, അപ്പോസ്തല പ്രവൃത്തി 10-ാമത്തെ അധ്യായത്തിൽ കൊർന്നലിയോസിന്റെ ഭവനത്തിൽ നടന്ന ഒരു ആത്മപകർച്ചയോടുകൂടിയാണ് ജാതീയരുടെ ഇടയിലേക്ക് ഒരു ഉണർവ് പകർന്നിരിക്കുന്നതെന്നും മറ്റൊരാശയമുണ്ട്. അതെന്തുമായിക്കൊള്ളട്ടെ, അപ്പോസ്തല പ്രവൃത്തി ആധാരമാക്കിക്കൊണ്ട് ഉണർവിന്റെ ഏതാനും ചില അടയാളങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുവാനാണ് ഞാൻ ദൈവസന്നിധിയിൽ താല്പര്യപ്പെടുന്നത്. നമ്മുടെ ഇടയിൽ ഒരു ഉണർവ് നടക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഒരു കൂട്ടായ്മയിൽ, ഒരു കൂട്ടത്തിൽ, ഒരു ദേശത്തിൽ, ഒരു സഭയിൽ ഒരു ഉണർവ് നടക്കുന്നു. ആ ഉണർവ് ദൈവികമാണോ, അല്ലെങ്കിൽ ആ ഉണർവിന്റെ എന്താണ് ഔട്ട്കം, എന്താണ് അതിൽ നിന്ന് ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത്? വാസ്തവത്തിൽ അത് യഥാർത്ഥത്തിലുള്ള ഒരു ഉണർവാണോ? ഈ വിഷയത്തെ നമ്മൾ ദൈവവചന അടിസ്ഥാനത്തിൽ പരിശോധിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോസ്തല പ്രവൃത്തിയാണ് ഇതിന് ആധാരമായി ഞാൻ എടുക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. ഞാൻ ഈ പറയുന്ന ഏറെക്കുറെ വേദഭാഗങ്ങളും വാക്യങ്ങളും എല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഏതാനും ചില വേദഭാഗങ്ങളും വാക്കുകളും പരിചയപ്പെടുത്തി ഉണർവിന്റെ ലക്ഷണങ്ങൾ എന്ത് എന്ന് നിങ്ങളോട് പറയുവാൻ താല്പര്യപ്പെടുന്നു. ഒന്നാമത്തെ ഉണർവിന്റെ ലക്ഷണം എന്ന് പറയുന്നത് എണ്ണത്തിൽ പെരുകുക എന്നുള്ളതാണ്. ന്യൂമറിക്കൽ ഗ്രോത്ത് ആണ്. സംഖ്യാപരമായിരിക്കുന്ന വളർച്ച ഉണർവിന്റെ ഒരു അടയാളമായിട്ട് നമുക്ക് വേദപുസ്തകത്തിൽ, വിശേഷിച്ച് അപ്പോസ്തല പ്രവൃത്തിയിൽ കാണാനായിട്ട് കഴിയും. നിങ്ങൾ വേദപുസ്തകം ഉടനീളം പരിശോധിച്ചു കഴിഞ്ഞാൽ ഉണർവ് നടന്ന എല്ലാ ഇടങ്ങളിലും ന്യൂമറിക്കൽ ഗ്രോത്ത് നടന്നിട്ടുണ്ട്, സംഖ്യാപരമായിരിക്കുന്ന വളർച്ച നടന്നിട്ടുണ്ട്. ഇന്നും പലയിടങ്ങളിൽ ഉണർവ് നടക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഇടങ്ങളിൽ സംഖ്യാപരമായിരിക്കുന്ന വളർച്ച നടക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. എല്ലായിടത്തുമല്ല. ഉണർവ് നടന്നു എന്ന് അവകാശപ്പെടുന്നതും ഉണർവ് നടക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഇടങ്ങളിൽ എണ്ണത്തിലുള്ള പെരുപ്പം, എണ്ണത്തിലുള്ള വർധനവ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. ഈ കഴിഞ്ഞ 100 വർഷങ്ങളായിട്ട് തല ഉയർത്തി നിൽക്കുന്ന ഏറ്റവും വലിയ ഉണർവ് പ്രസ്ഥാനമാണ് പെന്തക്കോസ്ത് പ്രസ്ഥാനം. നിങ്ങൾ ആ സഭകളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ സഭകളുടെ അംഗങ്ങളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ, ഇന്നും
വളരെ വിരലിലെണ്ണാവുന്ന ആൾക്കാരെ കൊണ്ട് മാത്രം ആ സഭകൾ ഒതുങ്ങിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. എല്ലാമല്ല, മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കുകയല്ല, ഏറെക്കുറെ പലയിടങ്ങളിലും അങ്ങനെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. എന്നാൽ മറ്റിതര സഭകളിൽ ഭയങ്കരമായിരിക്കുന്ന ഉണർവ് നടക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഇടങ്ങളിൽ സംഖ്യാപരമായിരിക്കുന്ന വളർച്ചകൾ നടന്നിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നുകൂടുന്ന ആത്മീക യോഗങ്ങൾ, കൂട്ടായ്മകൾ നമുക്ക് ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാണാനായിട്ട് കഴിയും. ഇന്ത്യയിൽ പലയിടങ്ങളിലുണ്ട്, കേരളത്തിൽ പലയിടങ്ങളിലുണ്ട്. അപ്പോൾ ഉണർവിന്റെ ഒന്നാമത്തെ അടയാളം എന്ന് പറയുന്നത് സംഖ്യാപരമായിരിക്കുന്ന വളർച്ചയാണ്, ന്യൂമറിക്കൽ ഗ്രോത്ത് ആണ്. അത് ഒരിടത്ത് സംഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു ഉണർവ് നടക്കുന്നുണ്ട് എന്ന് അതിന്റെ പ്രാഥമിക ലക്ഷണമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. വർഷങ്ങളായി സ്നാനം നടക്കാത്ത സഭകൾ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ ഓരോ മാസം ആയിരക്കണക്കിന് ആൾക്കാർ സ്നാനപ്പെടുന്ന പലയിടങ്ങളും ഇന്ന് ഇന്ത്യക്കകത്ത്, കേരളത്തിനകത്ത് ഉണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായിരിക്കുന്ന ഒരു വസ്തുതയാകുന്നു. അത് ഉണർവിന്റെ ഒരു അടയാളമായിട്ട് വേദപുസ്തകത്തിൽ കാണാനായിട്ട് കഴിയും. അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ പ്രസംഗത്തിൽ 3000 പേർ രക്ഷിക്കപ്പെടുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. 3-ാമത്തെ അധ്യായത്തിൽ ഒരു അത്ഭുതം നടക്കുന്നത് വഴി യെരുശലേം ആലയത്തിന്റെ ചുറ്റുവട്ടങ്ങളിൽ നിന്നും യോഹന്നാനും പത്രോസും ഒരുമിച്ച് പ്രസംഗിക്കുന്നത് വഴി 5000 പേർ രക്ഷിക്കപ്പെടുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഇങ്ങനെ ആദ്യത്തെ അധ്യായങ്ങൾ മുതൽ തന്നെ ന്യൂമറിക്കൽ ഗ്രോത്ത് ഉണർവിന്റെ ഒരു ഭാഗമായിട്ട് അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉണർവിന്റെ ഒന്നാമത്തെ അടയാളം എന്ന് പറയുന്നത് സംഖ്യാപരമായിരിക്കുന്ന വളർച്ചയാണ്. വിശാലമായിരിക്കുന്ന അളവിൽ സഭകൾ വളരുന്നു, കൂട്ടായ്മകൾ വളരുന്നു, എണ്ണത്തിൽ പെരുപ്പമുണ്ടാകുന്നു, കൂട്ട മാനസാന്തരങ്ങൾ നടക്കുന്നു, കൂട്ട സ്നാനങ്ങൾ നടക്കുന്നു. ഇത് ഉണർവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ആദ്യത്തേതുമായ ഒരു ലക്ഷണമായിട്ട് കാണാനായിട്ട് കഴിയും. രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്, ഉണർവ് നടക്കുന്നു എന്നതിന്റെ രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ്. തീർച്ചയായിട്ടും വേദപുസ്തകം അതിനെ അല്പം പോലും വിമർശിക്കുന്നില്ല എന്നുള്ള കാര്യം മറന്നു പോകരുത്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവാണ് ഈ അത്ഭുതങ്ങൾ എന്നുള്ള വിഷയത്തിൽ, അല്ലെങ്കിൽ അടയാളങ്ങൾ ചെയ്യുന്നതിൽ, രോഗശാന്തികൾ നടത്തുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നതായിട്ട് വേദപുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്ന ഏറ്റവും വലിയ ആള് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവാണ്. അതിനുശേഷം അവിടുത്തെ ശിഷ്യന്മാരിലേക്ക് ആ ഒരു വലിയ ശുശ്രൂഷ പകരപ്പെടുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ശിഷ്യന്മാർ കടന്നു പോകുന്ന വഴിത്താരകളിൽ രോഗികളെ കൊണ്ട് കിടത്താറുണ്ട്. അവരുടെ നിഴൽ തട്ടി സൗഖ്യമാകണം എന്നുള്ള ആശയത്തോടുകൂടെ രോഗികളെ അവർ കടന്നു പോകുന്ന വഴിത്താരകളിൽ കിടത്താറുണ്ട്. അവിടെ വസ്ത്രങ്ങൾ കൊണ്ട് രോഗികളുടെ മേൽ ഇടുമ്പോഴത്തേക്കും സൗഖ്യമുണ്ടാകുന്നത് അപ്പോസ്തല പ്രവൃത്തിയിൽ ഒരു പതിവ് കാഴ്ചയായിരുന്നു. ചിലയിടങ്ങളിൽ രോഗസൗഖ്യത്തിന്റെ മാൽ പ്രാക്ടീസസ് നടക്കുന്നുണ്ട്, ഇല്ലെന്ന് പറയുകയല്ല. ചിലയിടങ്ങളിൽ തട്ടിപ്പ് രോഗശാന്തികൾ നടക്കാറുണ്ട്. അതിനെക്കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. പ്രത്യക്ഷമായിരിക്കുന്ന, ആർക്കും ത്യജിക്കാൻ കഴിയാത്ത, ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയാത്ത അളവിലുള്ള രോഗശാന്തികൾ, അത് തീർച്ചയായിട്ടും ഉണർവിന്റെ മറ്റൊരു അടയാളമാണ്. പലയിടങ്ങളിലും അത്ഭുതങ്ങൾ, പലയിടങ്ങളിൽ രോഗശാന്തികൾ, വീര്യപ്രവൃത്തികൾ, മരിച്ചവർ പോലും ഉയർത്തെഴുന്നേൽക്കുന്ന അത്ഭുതകരമായിരിക്കുന്ന ചില ദൈവപ്രവൃത്തികൾ, അത് ഒരിടത്ത് നിങ്ങൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ഉണർവിന്റെ അടയാളമായിട്ടാണ് വേദപുസ്തകം നമ്മളോട് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി ഉടനീളം നിങ്ങൾക്ക് അത് കാണാനായിട്ട് കഴിയും. പൗലോസിലേക്ക് ശുശ്രൂഷകൾ പരിശുദ്ധാത്മാവ് കൊടുക്കുമ്പോഴത്തേക്കും താൻ കടന്നുപോയ എല്ലായിടങ്ങളിലും രോഗികൾ സൗഖ്യമായിരുന്നു, ഭൂതങ്ങൾ വിട്ടുപോയിരുന്നു, മരിച്ചവരെ കൂടെ ഉയർപ്പെഴുന്നേൽപ്പിക്കാൻ തക്കവണ്ണം അവരിൽ ഒരു ഭയങ്കര ദൈവശക്തി വ്യാപരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. സഹോദരങ്ങളെ, നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നമ്മൾ കടന്നു പോകുന്ന ആത്മീക പ്രസ്ഥാനത്തിലോ കൂട്ടായ്മകളിലോ ഈ ഒരു സംഗതി രണ്ടാമത്തെ ഒരു അടയാളമായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അത്ഭുതങ്ങൾ, രോഗശാന്തികൾ, വീര്യപ്രവൃത്തികൾ, ഈവൻ മരിച്ചവർ പോലും ഉയർത്തെഴുന്നേൽക്കുന്ന ആ സംഗതികൾ, അത് നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളണം, അതൊരു ഉണർവിന്റെ അടയാളമാണ്. വളരെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ അടയാളം എന്ന് പറയുന്നത് വചനം പെരുകുക എന്നുള്ളതാണ്. അപ്പോസ്തല പ്രവൃത്തിയിൽ അതിന് അല്പം പോലും സംശയമില്ലാതെ എല്ലായിടത്തും അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാനായിട്ട് കഴിയും. അപ്പോസ്തല പ്രവൃത്തി 28 അധ്യായങ്ങളാണുള്ളത്. അതിൽ 23 പ്രസംഗങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. 23 പ്രസംഗങ്ങൾ, 17 വലിയ പ്രസംഗങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. 6-ലധികം വരുന്ന ചെറിയ ചെറിയ പ്രസംഗങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഏറ്റവും ഒടുവിലത്തെ അധ്യായങ്ങളിൽ പൗലോസ് 3-4 പേരുടെ മുമ്പിൽ നിന്ന് വളരെ ശക്തമായി ദൈവവചനം പ്രസംഗിക്കുന്നതാണ് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുന്നത്. വചനത്തിന്റെ പ്രസംഗം, അല്ലെങ്കിൽ വചനം പെരുകുക എന്നുള്ളത് ഉണർവിന്റെ ഒരു അടയാളമാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായിട്ട് ഉണർവ് നടക്കുന്നു എന്ന് അവകാശപ്പെടുന്ന പലയിടങ്ങളിലും കുറെ ബഹളം നടക്കുന്നു എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള, ശരിയായിട്ടുള്ള വചനത്തിന്റെ വെളിപ്പാടുകളോ വചനത്തിന്റെ പ്രസംഗങ്ങളോ നടക്കുന്നതായിട്ട് കാണാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്. വചനം പഠിപ്പിക്കുന്നില്ല എന്നുള്ളതല്ല അതിന്റെ ആശയം. പലർക്കും, ഈ ഉണർവുകാരെന്ന് അവകാശപ്പെടുന്ന പലർക്കും
വചനം അറിയത്തില്ല എന്നുള്ളത് ദുഃഖകരമായിരിക്കുന്ന ഒരു കാര്യമാകുന്നു. അടച്ചാക്ഷേപിക്കുകയല്ല, ഉണർവിന്റെ ഒരു അടയാളം പറയുന്നത് കൊണ്ട് ആ കാര്യം ഞാൻ പറയാനായിട്ട് താല്പര്യപ്പെടുന്നു എന്നുള്ളതാണ്. ഒരുവനെ രക്ഷയിലേക്ക് നയിക്കുന്നത് ദൈവവചനമാണ്. ഒരുവനെ ക്രിസ്തുവിന്റെ അനുഭാവിയാക്കി തീർക്കുന്നതും ക്രിസ്തുവിന്റെ സ്വഭാവത്തിന് അനുരൂപനാക്കി തീർക്കുന്നത് ദൈവവചനമാണ്. ഉണർവിന് വലിയ പ്രാധാന്യം ദൈവവചനത്തിലുണ്ട്. ദൈവവചനം പെരുകുന്നതോടുകൂടിയാണ്, ദൈവവചനം വർദ്ധിക്കുന്നതോടുകൂടിയാണ് ഉണർവ് നടക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി ആദ്യത്തെ അധ്യായം മുതൽ തന്നെ നിങ്ങൾക്കത് കാണാനായിട്ട് കഴിയുമെന്നുള്ളതാണ്. യേശുവിന്റെ ശിഷ്യന്മാരെ മഹാപുരോഹിതന്മാരും അന്നത്തെ ന്യായശാസ്ത്രിമാരും അന്നത്തെ മതകോടതികളുമൊക്കെ വചനം പ്രസംഗിക്കരുത് എന്ന് പറഞ്ഞ് വിലക്കുകയാണ് വാസ്തവത്തിൽ ചെയ്തത്. പക്ഷേ 5-ാമത്തെ അധ്യായത്തിൽ രസകരമായിരിക്കുന്ന ഒരു വേദഭാഗമുണ്ട്. എന്ത് പ്രസംഗിക്കരുതെന്ന് അവരോട് പറഞ്ഞു, അത് തന്നെ അവർ പ്രസംഗിച്ച ആ പട്ടണത്തെ നിറച്ചു എന്നാണ് നമ്മൾ വായിക്കുക. പൗലോസ് കടന്നുപോയ എല്ലായിടങ്ങളിലും വചനം പ്രസംഗിക്കുകയാണ് വാസ്തവത്തിൽ ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ശുശ്രൂഷകൾ കൈമാറ്റം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ നിജപുത്രനായിരിക്കുന്ന വിശ്വാസത്തിൽ താൻ ജനിപ്പിച്ച തിമോഥെയോസിനാണ്. തിമോഥെയോസിനോട് കൽപ്പനയായിട്ട് തന്നെ പറയുകയാണ്, വചനം പ്രസംഗിക്കുക എന്നുള്ളത് ഒരു കൽപ്പനയാണ്. അത് ഗൗരവമായിരിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന് ഉണർവ് നടക്കുന്ന പലയിടങ്ങളിലും കുറെ ഓട്ടവും ചാട്ടവും ബഹളവും കുറെ ഒച്ചപ്പാടുകളും അല്ലാതെ അവിടെ വചനമില്ല എന്നുള്ളതാണ്. ഈ അടുത്ത സമയത്ത് ഒരു അനുഗ്രഹീത ദൈവദാസൻ പറഞ്ഞ ഒരു വേദഭാഗം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു കൊട്ടേഷൻ ഞാനിവിടെ എടുത്തു പറയുകയാണ്. രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് സഞ്ചരിക്കണം. ദൈവവചനവും ആത്മീക ആരാധനയും ഒരുപോലെ നടക്കണം. അത് നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ 100% അവിടെ ഉണർവ് നടക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ആരാധനയുണ്ട്, വചനമില്ല എന്നുണ്ടെങ്കിൽ അത് ഉണർവല്ല. വചനമുണ്ട്, ആരാധനയില്ല എന്നുണ്ടെങ്കിൽ അതും ഉണർവല്ല എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞ ഒരു ഉദാഹരണം കൂടി ഞാൻ ചേർത്ത് ഈ സമയം പറയാം. ശൗലിന് ദാവീദിന്റെ ആരാധന ഇഷ്ടമാണ്, പക്ഷെ ശമൂവേലിന്റെ പ്രസംഗം ശൗലിന് ഇഷ്ടമായിരുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളാണ്, എന്റേതല്ല കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വചനം പരക്കുന്നത്, വചനം വർദ്ധിക്കുന്നത്, വചനത്തിന്റെ പ്രസംഗം, വചനത്തിന്റെ കേൾവി, വചനം വളരെ ശക്തമായി പ്രസംഗിക്കപ്പെടുന്നതും വചനത്താൽ ഉണ്ടാകുന്ന രൂപാന്തരവും ഉണർവിന്റെ അതിശക്തമായിരിക്കുന്ന ഒരു മൂന്നാമത്തെ അടയാളമാണ്. ഇത് നിങ്ങളുടെ കൂട്ടായ്മയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പിക്കുക, ഈ മൂന്നാമത്തെ അടയാളം ഉണർവിന്റെ മറ്റൊരു ലക്ഷണമായിട്ടാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. വളരെ പ്രധാനപ്പെട്ടതും നാലാമത്തേതുമായിരിക്കുന്ന ഒരു സംഗതി, ഏറ്റവും ഒടുവിൽ പറയുന്നത് കൊണ്ട് ഇതിന് പ്രാധാന്യമില്ല എന്നുള്ളതല്ല, ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു സംഗതിയായിട്ടാണ് വേദപുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. നാലാമത്തെ ലക്ഷണം, ഒരു ഉണർവ് നടക്കുന്നു എന്നതിന്റെ നാലാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് പാപത്തിന്റെ സാധ്യതകൾ ഇല്ലാതായി തീരുക എന്നുള്ളതാണ്, ഇല്ലാതായി പോകുക എന്നുള്ളതാണ്. ഉണർവുണ്ട്, കൂട്ടത്തിൽ പാപവും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉണർവല്ല. ആരാധനയും ബഹളവും വചനവും ഒച്ചപ്പാടും ഒക്കെ ഉണ്ട്, കാണുമ്പോഴത്തേക്കും വലിയ ബൊമ്പാടിക്കായിട്ടൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അവിടെയും പാപത്തിന്റെ വലിയ സാധ്യതകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉണർവായിട്ട് കണക്കാക്കാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഉണർവ് നടന്ന ഒരിടത്തിനും പാപത്തിന് സാധ്യത ഉണ്ടായിരുന്നില്ല എന്നാണ് നമ്മൾ വായിക്കുന്നത്. പത്രോസിന്റെ കാലഘട്ടത്തിൽ നടക്കുന്ന ഏറ്റവും രസകരമായിരിക്കുന്ന ഭയം ജനിപ്പിക്കുന്ന ഒരു സംഗതിയുണ്ട്. രണ്ടുപേർ ചേർന്ന് അവരുടെ സ്വന്തം നിലം വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽ കീഴിൽ കൊണ്ടുവെക്കാനായിട്ട് താല്പര്യപ്പെട്ടു. പക്ഷെങ്കിൽ ഒടുവിൽ സംഭവിച്ചത്, അവർക്ക് കിട്ടിയ പണം അവരുടെ കയ്യിലേക്ക് വന്നപ്പോഴത്തേക്കും എല്ലാം കൊടുക്കണ്ട എന്ന് തീരുമാനിക്കുകയും കുറച്ചെടുത്ത് അപ്പോസ്തലന്മാർക്ക് കൊടുക്കുകയും ബാക്കി അവർ തന്നെ കരുതുകയും ചെയ്തു. ഇത് ചെയ്തിട്ടാണ് അവർ ബാക്കിയുണ്ടായിരുന്ന പണം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽ കീഴിൽ വെക്കുന്നത്. നിമിഷ നേരം കൊണ്ട് രണ്ടുപേർ മരിച്ചു വീഴുന്നതാണ് അപ്പോസ്തല പ്രവൃത്തി ആരംഭ അധ്യായങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. വ്യാജം കാണിക്കാൻ പാടില്ലായിരുന്നു, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിരിക്കുന്ന ഒരു ജഡ്ജ്മെന്റ് നടക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അപ്പോ ഉണർവ് നടക്കുന്ന ഇടങ്ങളിൽ പാപത്തിന്റെ സാധ്യത വളരെ വളരെ അല്ല, ഒട്ടുമില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. നമ്മൾ കടന്നു പോകുന്ന ഇടങ്ങളിൽ പാപത്തിന് വലിയ സാധ്യത, ഇപ്പുറത്ത് ഉണർവുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉണർവായിട്ട് പരിഗണിക്കാനായിട്ട് കഴിയത്തില്ല എന്നുള്ളതാണ്. 1900-കളിലാണ് ഉണർവ് ആരംഭിക്കുന്നത്. ആ ഉണർവ് ആരംഭിക്കുന്ന വെയിൽസിലും മറ്റു ഇടങ്ങളിലുമൊക്കെ, അസൂസ സ്ട്രീറ്റിലുമൊക്കെ അന്ന് കൂടി വന്നിരുന്ന ആൾക്കാർ ഒരുമിച്ച് കൂടി വരുമ്പോഴൊക്കെയും അവിടെ മദ്യശാലകൾ ആ സമയങ്ങളിൽ അടച്ചു പൂട്ടുവാനായിട്ട് ഇടയായി തീർന്നു. അതുകൊണ്ട് ഗവൺമെന്റിന് വലിയ നഷ്ടങ്ങൾ സംഭവിച്ചതായിട്ടും ചരിത്രരേഖകളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുകയാണ്. പബ്ബുകൾ, ബാറുകൾ, ക്ലബ്ബുകളൊക്കെ അടച്ചുപൂട്ടി, ദിശാനൃത്തങ്ങളുടെ കേന്ദ്രങ്ങളൊക്കെ അടച്ചുപൂട്ടി ജനമാലയത്തിലേക്കും ആരാധനകളിലേക്കും പ്രാർത്ഥനകളിലേക്കും വരുന്ന ഒരു വലിയ കാഴ്ച ഉണർവിന്റെ ആദ്യ നാളുകളിൽ വെയിൽസിലൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പാപത്തിന്റെ സാധ്യതകൾ ഇല്ലാതാകുന്നതാണ് ഉണർവിന്റെ മറ്റൊരു ശക്തമായ അടയാളം എന്ന് പറയുന്നത്. ഈ 4 ലക്ഷണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു ഉണർവ് നടക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇത് 4ഉം ഒരുപോലെ ചലിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഉണർവുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
ഇന്ന് ഈ ദൈവവചനം കേൾക്കുമ്പോഴത്തേക്കും ദൈവദാസന്മാരും ദൈവമക്കളും വളരെ താല്പര്യത്തോടുകൂടെ ദൈവവചനത്തെ ശ്രദ്ധിക്കുന്ന അഭ്യുദയകാംക്ഷികളും ഞാൻ നിങ്ങളോട് വളരെ സ്നേഹത്തോടുകൂടെ പറയുന്നു, നിങ്ങൾ കടന്നു പോകുന്ന ഇടത്ത് ഒരു ഉണർവുണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് കഴിയും? ഈ 4 കാര്യങ്ങൾ, ഇത് 4 മാത്രമെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. അപ്പോസ്തല പ്രവൃത്തി പഠിച്ചാൽ മറ്റൊരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. പ്രധാനപ്പെട്ട 4 എനിക്ക് തോന്നിയത് ഞാൻ നിങ്ങളോട് പങ്കുവച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് 4 ഒരുപോലെ നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ 100% അവിടെ ഒരു ഉണർവ് നടക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഏറ്റവും ശക്തമായിരിക്കുന്ന ഒരു ഉണർവിന്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ 4 ഒന്നിച്ച് സംഗമിച്ച് ഒരു വലിയ ആത്മീക ഉണർവിലേക്ക് മാറുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വന്നു ചേർന്നിരിക്കുകയാണ്. പല സഭകളിൽ ഇന്നും അതിനായി തയ്യാറെടുത്തു കഴിഞ്ഞു. ഓരോ ദൈവദാസന്മാർ അതിനായി ഒരുങ്ങിക്കഴിഞ്ഞു. വളരെ ശക്തമായി ദൈവം ഉപയോഗിക്കുന്ന അനുഗ്രഹീത ദൈവദാസന്മാർ ഈ കാലഘട്ടത്തിൽ ഉണർവിന് വേണ്ടിയിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും രസകരമായിരിക്കുന്ന ഒരു സംഗതിയാകുന്നു. ഏറ്റവും അഭിമാനകരമായിരിക്കുന്ന ഒരു വസ്തുതയാകുന്നു. ഇത് 4 ഒരുപോലെ ചലിക്കുന്ന ഇടങ്ങൾ ഉണർവിന്റെ കേന്ദ്രങ്ങളാണ്. അവിടെ പോകാൻ മടിക്കേണ്ട, അവിടെ ചെന്നിരുന്ന് ആരാധിക്കാൻ മടിക്കേണ്ട. നിങ്ങളെയും ദൈവം ഉണർവിന്റെ ഒരു ഭാഗമായി കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെയുള്ള ഇടങ്ങളിൽ ചെല്ലാനായിട്ട് കഴിയും. അങ്ങനെയുള്ള വഴികൾ നിങ്ങളുടെ മുമ്പിൽ തുറന്നു വരും. അങ്ങനെയുള്ള കണക്ഷൻസ് ദൈവം നിങ്ങൾക്ക് നൽകി തരുമെന്നുള്ളതാണ്. ഈ 4 കാര്യങ്ങൾ മറക്കാതിരിക്കുക. ന്യൂമറിക്കൽ ഗ്രോത്ത്, സംഖ്യാപരമായിരിക്കുന്ന ഒരു വളർച്ച ഉണർവിന്റെ ഒരു ലക്ഷണമാണ്. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ഉണർവിന്റെ 2ാമത്തെ ലക്ഷണമാണ്. വചനം പരക്കുക, വചനത്തിന് ശക്തമായിരിക്കുന്ന വേരോട്ടവും വചനാധിഷ്ഠിതവുമായിട്ട് സഞ്ചരിക്കുക എന്നുള്ളത് ഉണർവിന്റെ 3ാമത്തെ ലക്ഷണമാണ്. അതിന്റെ ഏറ്റവും 4ാമത്തേത്, വളരെ പ്രധാനപ്പെട്ട 4ാമത്തെ സംഗതി എന്ന് പറയുന്നത് പാപത്തിന്റെ സാധ്യതകൾ ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. പാപത്തിന്റെ വിചാരങ്ങൾ പോലും ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഇടങ്ങൾ, അങ്ങനെയുള്ള വ്യക്തികൾ, അങ്ങനെയുള്ള ദൈവദാസന്മാർ ഉണർവിന്റെ ആൾക്കാരാണ് എന്ന് പറയുന്നതിനകത്ത് അല്പം പോലും സംശയമില്ല. അങ്ങനെ മുന്നോട്ട് പോകാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നിങ്ങൾ അങ്ങനെ ഒരു ഇടത്താണെന്നുണ്ടെങ്കിൽ ഐ സല്യൂട്ട് യു. ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.